ഹായ് ഫ്രണ്ട്സ്, ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാദമിയുടെ Zero2Hero ഫേസ് 3യിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫേസ് 3യിലെ ഫസ്റ്റ് വീക്കിൽ നമ്മൾ കവർ ചെയ്തത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് ഓട്ടോക്യാഡ് എന്നുള്ള സബ്ജക്ട്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആയിരുന്നു. ലൈവ് ക്യൂസിൽ അറൌണ്ട് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിരുന്നു. ഇന്ന് നമ്മുടെ ഫേസ് 3യുടെ സെക്കൻഡ് വീഡിയോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓവർസ എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ ഒരു വീക്കിൽ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. സോ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് സെഷനാണ്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ബ്രിക്സ് ആൻഡ് സ്റ്റോൺ എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഓരോ സെഷന് ശേഷവും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ ആപ്പിൽ ഇതുവരെയുള്ള എല്ലാ Zero2Hero ഫേസിൻ്റെയും PDF നോട്ട്സും ക്വസ്റ്റ്യൻസും ക്വിസും എല്ലാം അവൈലബിൾ ആണ്. സോ ഡൗൺലോഡ് ചെയ്യാത്തവർ ലിങ്ക് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. സെക്കൻഡ് വീക്കിലുള്ള ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ബ്രിക്സ് ആൻഡ് സ്റ്റോൺ. നമുക്ക് ആദ്യം ബ്രിക്സ് എന്താണെന്ന് നോക്കാം. ബ്രിക്സിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ ബ്ലോക്ക് ഓഫ് ടെമ്പേർഡ് പ്ലാസ്റ്റിക് ക്ലേ മൗൾഡഡ് ടു സ്യൂട്ടബിൾ ഷേപ്സ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലേ ആണ് അല്ലേ? നല്ലവണ്ണം പ്ലാസ്റ്റിസിറ്റി ഉള്ള ക്ലേയെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്യൂട്ടബിൾ ഷേപ്സിലേക്ക് മൗൾഡ് ചെയ്തെടുക്കുന്നു. അങ്ങനെ എടുക്കുന്ന ഓരോ ബ്ലോക്സിനെയാണ് നമ്മൾ ബ്രിക്ക് എന്ന് പറയുന്നത്. ബ്രിക്കിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്റ്റാൻഡേർഡ് സൈസ് ഓർ മോഡുലാർ സൈസ് ഓഫ് ബ്രിക്ക്. ശ്രദ്ധിക്കുക, സ്റ്റാൻഡേർഡ് സൈസ് അല്ലെങ്കിൽ മോഡുലാർ സൈസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മുടെ ആൻസർ വരേണ്ടത് 19/9/9 സെൻറ്റിമീറ്റർ എന്നാണ്, അല്ലെങ്കിൽ 190/90/90 mm. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് നോമിനൽ സൈസ് ഓഫ് ബ്രിക്ക് എന്നാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താവും? 20/10/10 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 200/100/100 mm എന്നായിരിക്കും. നെക്സ്റ്റ് നോക്കേണ്ടത് വെയിറ്റ് ഓഫ് 1 ബ്രിക്ക് ആണ്. ഒരു ബ്രിക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് റേഞ്ച് ചെയ്യുന്നത് 3 to 3.5 kg ആയിരിക്കും. യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 18 kN/m³ ആണ്. ഫൈനലി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്രിക്ക്, അതായത് G വാല്യൂ ബ്രിക്കിൻ്റെ എന്ന് പറയുന്നത് 1.8 തൊട്ട് 2 വരെ വേരി ചെയ്യാം. സോ 1.8 to 2 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്രിക്കിൽ വരുന്നത്. ഇനി നോക്കേണ്ടത് ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മളൊരു ബ്രിക്ക് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലുമിനയാണ്. അലുമിന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ചീഫ് ഇൻഗ്രീഡിയൻ്റ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നതാണ് അലുമിന. സോ അലുമിനയുടെ പെർസെൻറ്റേജ് വരുന്നത് 20 to 30% ആണ്. നെക്സ്റ്റ് വൺ സിലിക്കയാണ്. സിലിക്കയുടെ പെർസെൻറ്റേജ് 50 to 60% ആണ്. നമ്മുടെ ബ്രിക്കർത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജിൽ ആഡ് ചെയ്യുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. എന്നാൽ ചീഫ് ഇൻഗ്രീഡിയൻ്റ് എന്താണ്? അലുമിനയാണ്. തേർഡ് വൺ ലൈം ആണ്. ലൈം എന്താണ്? ഷുഡ് നോട്ട് എക്സീഡ് 5% ആണ്. 5%ൽ കൂടുതൽ നമ്മൾ ലൈം ആഡ് ചെയ്യാറില്ല. നെക്സ്റ്റ് വൺ അയൺ ഓക്സൈഡ് ആണ്. അയൺ ഓക്സൈഡ് അറൌണ്ട് 5 to 6% ആണ് നമ്മൾ ബ്രിക്കർത്തിൽ ആഡ് ചെയ്യുക. ആൻഡ് ഫൈനലി മെഗ്നീഷ്യ ഉണ്ട്. മെഗ്നീഷ്യ അറൌണ്ട് 1 to 2% ആണ്. സോ ഇത്രയാണ് കൂടുതലായിട്ട് നമ്മൾ ബ്രിക്സിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അലുമിന, സിലിക്ക, ലൈം, അയൺ ഓക്സൈഡ് ആൻഡ് മെഗ്നീഷ്യ. ഇനി നമുക്ക് ഈ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും പ്രോപ്പർട്ടീസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? അലുമിനയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അലുമിന എന്ന് പറയുന്നത് ചീഫ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ബ്രിക്ക് ആണ്. ആൻഡ് അലുമിനയാണ് പ്ലാസ്റ്റിസിറ്റി ബ്രിക്കിന് ഇമ്പാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അലുമിന ആഡ് ചെയ്യുന്നത് 20 to 30% ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അത് എക്സസ് ആവുകയാണെങ്കിൽ അവിടെ ഷ്രിങ്കേജ് ആൻഡ് ക്രാക്കിംഗ് ഒക്കെ സംഭവിക്കും, വാർപ്പിംഗ് ഒക്കെ സംഭവിക്കും. നെക്സ്റ്റ് വൺ സിലിക്കയാണ്. സിലിക്കയാണ് ബ്രിക്സിന് യൂണിഫോം ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം ബ്രിക്സിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. ആ ഒരു ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് സിലിക്ക എന്ന് പറയുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ നമ്മൾ ബ്രിക്കർത്തിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റും എന്ത് തന്നെയാണ്? സിലിക്കയാണ്. സിലിക്ക യൂസ് ചെയ്ത് നമുക്ക് ഷ്രിങ്കേജും ക്രാക്കിങ്ങും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അലുമിനയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ സിലിക്ക 50 to 60% എബോ ആയാൽ അല്ലെങ്കിൽ എക്സസ് ആയാൽ എന്ത് പറ്റും? അവിടെ ലോസ് ഓഫ് കൊഹിഷൻ നടക്കും. അങ്ങനെ നമ്മുടെ ബ്രിക്ക് ബ്രിട്ടിലാവും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിലിക്കയുടെ കേസ്. തേർഡ് വൺ ലൈം ആണ്. ലൈം സിലിക്ക ഫ്യൂസ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്.
അതായത് നമ്മൾ പറഞ്ഞു 50-60% സിലിക്ക നമ്മൾ ബ്രിക്ക് എർത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ സിലിക്ക യൂസ് ചെയ്ത് കഴിയുമ്പോൾ സിലിക്കയുടെ ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി 1730 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത്രയും വലിയൊരു ടെമ്പറേച്ചർ നമുക്ക് ബേണിംഗ് ഓഫ് ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ലേ. സോ ഈ 1730 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ഫ്യൂസിങ് ടെമ്പറേച്ചറിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്ത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആകുന്ന ഒരു ടൈപ്പ് ഓഫ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം. സോ അവിടെയാണ് നമ്മൾ ലൈമിനെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ബ്രിക്ക് ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഈ ഒരു ടെമ്പറേച്ചർ കിട്ടാനായിട്ടാണ് നമ്മൾ ലൈം യൂസ് ചെയ്യുക. സോ സിലിക്ക ഫ്യൂസ് ചെയ്യാനായിട്ടാണ് ലൈം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യാനും നമ്മൾ ലൈം യൂസ് ചെയ്യുന്നുണ്ട്. ലൈം എന്താണ് 5% എബോ ആവാൻ പാടില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 5% എബോ ആയി കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഷേപ്പ് ആയിരിക്കും റിസൾട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ അയൺ ഓക്സൈഡ് ആണ്. അയൺ ഓക്സൈഡ് എന്ന് പറയുന്നത് ലൈം പോലെ തന്നെ ഫ്യൂസിങ് ഓഫ് സിലിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുക. അതുപോലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസ് എന്താണ്, നമ്മുടെ ബ്രിക്കിന് റെഡ് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത് അയൺ ഓക്സൈഡ് ആണ്. ആൻഡ് ഓൾസോ അത് എക്സസ് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ 5-6% എബോ നമ്മൾ അയൺ ഓക്സൈഡ് ബ്രിക്കത്തിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്കിഷ് കളർ ആയിരിക്കും വരുന്നത്. ഫൈനൽ വൺ എന്താണ്, മെഗ്നീഷ്യ ആണ്. അതായത് അറൌണ്ട് 1% നമ്മൾ ആഡ് ചെയ്യുന്നതാണ് മെഗ്നീഷ്യ. യെല്ലോ കളർ ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെഗ്നീഷ്യയുടെ യൂസ്. അതുപോലെ നമ്മൾ ഒരുപാട് നമ്മുടെ ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യാനും നമുക്ക് മെഗ്നീഷ്യ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ എക്സസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റും, ബ്രിക്സിന്റെ ഡീക്കേ ആയിരിക്കും, ഡാമേജ് ആയിരിക്കും റിസൾട്ട് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ ബ്രിക്ക് എർത്തിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസും. സോ ഇൻഗ്രീഡിയൻസ് അലുമിന, സിലിക്ക, ലൈം, അയൺ ഓക്സൈഡ് ആൻഡ് മെഗ്നീഷ്യ, ഇത്രയും ആണ്. ഇനി നമുക്ക് ബ്രിക്സിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് നോക്കേണ്ടത്. മെയിൻലി 4 സ്റ്റേജസിലൂടെയാണ് നമുക്ക് ബ്രിക്സ് മാനുഫാക്ചർ ചെയ്ത് കിട്ടുന്നത്. എന്തൊക്കെയാണ്, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, മൗൾഡിങ്, ഡ്രൈയിങ് ആൻഡ് ബേണിംഗ്. ആദ്യം നമ്മൾ ക്ലേ പ്രിപ്പയർ ചെയ്യുന്നു. ഏത് ക്ലേ കൊണ്ടാണോ നമ്മുടെ ബ്രിക്ക് ചെയ്തെടുക്കേണ്ടത് ആ ക്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് ആ ക്ലേ മൗൾഡ് ചെയ്ത് നമ്മൾ ബ്രിക്കിന്റെ ഷേപ്പ് കൊടുക്കുന്നു. അതിനുശേഷം അതിനെ ഡ്രൈ ചെയ്ത് ബേൺ ചെയ്ത് എടുക്കുന്നു. സോ ഇത്രയാണ് ബ്രിക്സിന്റെ മാനുഫാക്ചറിംഗിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആണ് അല്ലേ. ഒരു ക്ലേ നമ്മൾ ബ്രിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ അൺസോയിൽ ചെയ്യും. അൺസോയിലിംഗ് എന്താണ്, നമ്മളൊരു ഗ്രൗണ്ടിൽ ചെന്ന് അറൌണ്ട് 20 സെന്റിമീറ്റർ നമ്മൾ ഡിഗ് ചെയ്തിട്ട് അതിനുശേഷമുള്ള സോയിലാണ്, ക്ലേ ആണ് നമ്മൾ ഈ ഒരു ബ്രിക്ക് പ്രോസസ്സിങ്ങിനായിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിനായിട്ട് എടുക്കുക. സോ ഡിഗ് ചെയ്ത് നമ്മൾ എടുക്കുന്നു. അതിനുശേഷം അത് ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്യുമ്പോൾ എന്താണ്, എന്തെങ്കിലും ഓർഗാനിക് മാറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഡെലിറ്റേറിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെതറിങ് ചെയ്യുന്നു. വെതറിങ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ഈ സോയിലിനെ, നമ്മൾ എടുക്കുന്ന സോയിൽ ഏതാണോ അതിനെ ഒന്ന് എക്സ്പോസ് ചെയ്യിക്കുകയാണ് വെതറിങ്ങിൽ ചെയ്യുക. നെക്സ്റ്റ് ബ്ലെൻഡ് ചെയ്യിക്കുകയാണ്. ബ്ലെൻഡിങ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ ഇങ്ങനെ വെതർ ചെയ്തെടുത്ത സോയിലിനെ ഒരു ഹാർമോണിയസ് മിക്സ് ആക്കുക എന്നുള്ളതാണ് ബ്ലെൻഡിങ്ങിൽ ചെയ്യുക. ആൻഡ് ഫൈനലി ടെമ്പറിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ എന്താണ് വാട്ടർ ആഡ് ചെയ്ത് നമ്മുടെ ഈ സോയിലിന് പെർട്ടിക്കുലർ പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നത്. ടെമ്പറിങ് 2 വിധത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് വാട്ടർ ആഡ് ചെയ്ത് നമ്മുടെ ക്ലേക്ക് ഒരു പ്ലാസ്റ്റിസിറ്റി കൊടുക്കുക എന്നുള്ള സ്റ്റേജ് നമുക്ക് നീഡിങ് ആൻഡ് പഗ്ഗിങ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. നീഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻസിന്റെ ഫൂട്ടോ അല്ലെങ്കിൽ കാറ്റിൽ ഫൂട്ടോ യൂസ് ചെയ്ത് നമ്മൾ പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. അതിനെ നീഡിങ് എന്ന് പറയും. ആൻഡ് അത് നമ്മൾ പഗ് മിൽസിലാണ് ചെയ്യുന്നതെങ്കിൽ, ഇത് ഈ കാണിച്ചിരിക്കുന്നതാണ് പഗ് മിൽസ്. പഗ് മിൽസിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ പഗ്ഗിങ് എന്ന് പറയും. സോ ടെമ്പറിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറിങ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിക്ക് എർത്ത് ചെയ്യാനായിട്ട് എടുത്ത സോയിലിന് ആവശ്യമുള്ള പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നു. ആ ഒരു സ്റ്റേജാണ് ടെമ്പറിങ്. ടെമ്പറിങ്, നീഡിങ്, അതുപോലെ പഗ്ഗിങ്, ഈ 2 മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൗൾഡിങ് ഓഫ് ക്ലേ ആണ്. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ കഴിഞ്ഞു. നെക്സ്റ്റ് ഈ ക്ലേയെ നമ്മൾ മൗൾഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മൗൾഡിങ് 2 വിധത്തിൽ നമുക്ക് ചെയ്യാം. ഹാൻഡ് മൗൾഡിങ്ങും ഉണ്ട്, മെഷീൻ മൗൾഡിങ്ങും ഉണ്ട്. ഹാൻഡ് മൗൾഡിങ് എന്താണെന്ന് നോക്കാം. ഹാൻഡ് മൗൾഡിങ് നമുക്ക് മെയിൻലി ഗ്രൗണ്ട് മൗൾഡഡ് ആയിട്ടും ടേബിൾ മൗൾഡഡ് ആയിട്ടും ചെയ്യാം. ഗ്രൗണ്ടിൽ വെച്ചും ചെയ്യാം, ടേബിളിൽ വെച്ചും ചെയ്യാം. യൂസ് ചെയ്യുന്ന ടേബിൾ എന്ന് പറയുന്നത് 2 മീറ്റർ ബൈ 1 മീറ്റർ തിക്നെസ്സിലായിരിക്കും. ആ ഒരു സൈസിലുള്ള ടേബിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ ഗ്രൗണ്ട് മൗൾഡഡും ഉണ്ട്, ടേബിൾ മൗൾഡഡും ഉണ്ട്. ഈ 2 രീതിക്ക് മൗൾഡ് ചെയ്യുകയാണെങ്കിലും ഈ കോമൺ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സാൻഡ് മൗൾഡഡ് ആൻഡ് സ്ലോപ്പ് മൗൾഡഡ്.
സാൻഡ് മൗൾഡഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താണ് മൗൾഡ് യൂസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ മൗൾഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ക്ലേയെ ആ ഒരു സൈസിലേക്ക് നമ്മൾ ആക്കിയെടുക്കുന്നത് അല്ലേ. ആ ഒരു മൗൾഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രിക്കിൻ്റെ സൈസ് എത്രയാണോ അതിൽ നിന്ന് ഒരു 8 to 12% കൂടുതലായിരിക്കും. അങ്ങനെ ഒരു മൗൾഡ് എടുത്തിട്ട് അതിൽ സാൻഡ് സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് നമ്മൾ ക്ലേ മൗൾഡിങ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സാൻഡ് മൗൾഡഡ് എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ ചെയ്യുന്നത് നമുക്കൊരു യൂണിഫോം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇൻ ദ കേസ് ഓഫ് സ്ലോപ്പ് മൗൾഡിങ്, രണ്ടാമത്തെ കേസിൽ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ മൗൾഡിനെ നമ്മൾ ഏത് മൗൾഡാണോ യൂസ് ചെയ്യുന്നത് മൗൾഡിങ് പ്രോസസ്സിന് മുന്നേയും അതിന് ശേഷവും വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഓഫ് മൗൾഡിംഗ് ആണ് സ്ലോപ്പ് മൗൾഡിങ്. സ്ലോപ്പ് മൗൾഡിംഗ് എന്ന് പറയുന്നത് സാൻഡ് മൗൾഡിങ്ങിൻ്റെ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ഒന്നും നമുക്ക് കിട്ടില്ല. സോ ഇതാണ് ഹാൻഡ് മൗൾഡിങ്ങിൻ്റെ കേസ്. സെക്കൻഡ് വൺ എന്താണ്, മെഷീൻ മൗൾഡിംഗ് ആണ്. മെഷീൻ മൗൾഡിംഗ് പ്ലാസ്റ്റിക് ക്ലേ മെഷീനിലും ഡ്രൈ ക്ലേ മെഷീനിലും ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം, പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ വെച്ചാണ് നമ്മൾ മൗൾഡിംഗ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ബ്രിക്സിനെ വയർ കട്ട് ബ്രിക്സ് എന്നാണ് പറയുന്നത്. ആൻഡ് ഡ്രൈ ക്ലേ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പ്രസ്ഡ് ബ്രിക്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡ്രൈയിങ് ആണ്. ഡ്രൈയിങ് ചെയ്യുന്നത് എന്തിനാണ്, എന്തെങ്കിലും ഡാംനെസ് ബ്രിക്സിൽ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈയിങ് എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന ബ്രിക്കിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് അറൌണ്ട് 2% ആയിരിക്കും. ഡ്രൈയിങ് നമുക്ക് നാച്ചുറൽ ഡ്രൈയിങ്, ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ഈ രണ്ട് വേസിലും ഡ്രൈയിങ് ചെയ്യാം. അതായത് ഡാംനെസ് റിമൂവ് ചെയ്യാം. നാച്ചുറൽ ഡ്രൈയിങ് ആണെങ്കിൽ അറൌണ്ട് 10 to 12 days എടുക്കും. ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ആണെങ്കിൽ 1 to 3 days മാത്രമാണ് ആവശ്യമുള്ളൂ. അതിനിടയ്ക്ക് തന്നെ എന്താണ് പെർഫെക്റ്റ് ഡ്രൈയിങ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബ്രിക്ക് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ബേണിംഗ് ആണ്. ബേണിംഗ് ചെയ്യുന്നത് അറൌണ്ട് 1100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സിലിക്കയുടെ ഫ്യൂസിങ് ടെമ്പറേച്ചർ 1730 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ആ ടെമ്പറേച്ചറിന് നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ലൈമും അയൺ ഓക്സൈഡും ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് 1100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളൊരു ടെമ്പറേച്ചർ കിട്ടുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് നമ്മൾ നമ്മുടെ മൗൾഡിൽ നിന്ന് കിട്ടുന്ന ഡ്രൈ ചെയ്തെടുത്ത ബ്രിക്സിനെ ബേൺ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ ബേൺ ചെയ്യുന്നത് ഓവർ ആവാം, അണ്ടർ ആവാം. ഓവർ ബേൺഡ് ബ്രിക്സിനെ പറയുന്ന പേരാണ് ജാമ ഓർ വിട്രിഫൈഡ് ബ്രിക്സ്. അതുപോലെ അണ്ടർ ബേൺഡ് ആണെങ്കിൽ ആ ബ്രിക്സിനെയാണ് പിലാസ് എന്ന് പറയുന്നത്. ബേണിംഗ് ഏതൊക്കെ വിധത്തിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. ക്ലാം ബേണിങ്ങും ഉണ്ട്, കിൻ ബേണിങ്ങും ഉണ്ട്. ക്ലാം ബേണിംഗ് എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു ടെമ്പററി പ്രൊഡക്ഷനായിട്ട് ചെയ്യുന്നതാണ്. കിൻ എന്ന് പറയുന്നത് എന്താണ്, ടെമ്പററി അല്ല, നമ്മളൊരു പെർമനൻറ്റ് സ്ട്രക്ചർ വെച്ചിട്ട് ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. കിൻ ബേണിംഗ് തന്നെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും നമുക്ക് ചെയ്യാം. ഇൻ്റർമിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബേണിംഗ് ആണ് ഇൻ്റർമിറ്റൻ്റിൽ വരുന്നുള്ളൂ. കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ബേണിംഗ് നടക്കുന്നുണ്ട്, ബ്രിക്സ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. കണ്ടിന്യൂസ് തന്നെ മെയിൻലി 3 types ഓഫ് കിന്നിലാണ് ചെയ്യുന്നത്. ഹോഫ്മാൻ കിൻ, ബുൾസ്ട്രഞ്ച് കിൻ ആൻഡ് ടണൽ കിൻ. ഹോഫ്മാൻ സ്കിൻ എന്ന് പറയുന്നതിനെ ഫ്ലെയിം കിൻ എന്നും പറയാറുണ്ട്. സോ ഫ്ലെയിം കിന്നിനെ തന്നെയാണ് ഹോഫ്മാൻ സ്കിൻ എന്ന് പറയുക. ആൻഡ് അതൊരു ഓവർഗ്രൗണ്ട് കൺസ്ട്രക്ഷൻ ആയിരിക്കും. ബുൾസ്ട്രഞ്ച് കിൻ എന്ന് പറയുന്നതാണ് ഇന്ത്യയിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ ആയിരിക്കും. ലാസ്റ്റ് വൺ ടണൽ കിന്നാണ്. ഇതൊരു ടണലിൻ്റെ ഫോമിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റോ ബ്രിക്സിനെ നമ്മളൊരു ട്രോളി വഴി ഈ ടണലിലൂടെ പാസ് ചെയ്തെടുക്കുകയാണ് ബേണിങ്ങിൽ ചെയ്യുന്നത്. സോ ടണൽ കിൻ. ഈ 3 കിൻസ് ആണ് നമ്മുടെ കണ്ടിന്യൂസിൽ വരുന്നത്. ആൻഡ് കണ്ടിന്യൂസും ഇൻ്റർമിറ്റൻറ്റും വരുന്നത് കിൻ ബേണിങ്ങിലാണ്. സോ ഹോഫ്മാൻ സ്കിൻ, ബുൾസ്ട്രഞ്ച് കിൻ ആൻഡ് ടണൽ കിൻ. ഇനി നമുക്ക് നോക്കേണ്ടത് ബ്രിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ ഓവർ ബേൺഡോ അണ്ടർ ബേൺഡോ ആയിട്ടുള്ള ബ്രിക്സ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ കറക്റ്റ് ബേൺഡ് ആയിട്ടുള്ള ബ്രിക്സും ഉണ്ട്, അൺബേൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കച്ച ബ്രിക്സും ഉണ്ടായിരിക്കും. ബേൺഡ് ബ്രിക്സിനെ നമുക്ക് എഗെയിൻ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ആൻഡ് ഫോർത്ത് ക്ലാസ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ യൂണിഫോം ഷേപ്പും സൈസും ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് 20% എക്സീഡ് ചെയ്യില്ല. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10.5 Newton/mm² ആണ്. ഈ 2 ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്, വാട്ടർ അബ്സോർപ്ഷൻ ആൻഡ് മിനിമം കംപ്രസീവ് സ്ട്രെങ്ത്. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ സ്ലൈറ്റ്ലി ഇറഗുലർ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ക്ലാസ്സിനെ പോലെ യൂണിഫോം ഷേപ്പ് ആയിരിക്കില്ല. ആൻഡ് സ്ലൈറ്റ്ലി ഇറഗുലർ ഷേപ്പ് ആണ്. അതുപോലെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 22% ആയിരിക്കും. കംപ്രസീവ് സ്ട്രെങ്ത് മിനിമം പറയുന്നത് 7.5 Newton/mm² ആണ്.
തേർഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ നമ്മൾ അൺഇമ്പോർട്ടൻറ്റ് വർക്ക്സിന് വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുക. ആൻഡ് അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ 25% വരെ പോകാറുണ്ട്, അതിൽ കൂടാറില്ല. ആൻഡ് മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് 3.5 Newton/mm² ആണ്. ഫോർത്ത് ക്ലാസ് ബ്രിക്സ് ഓവർബേൺ ബ്രിക്സ് ആണ്. അവിടെ 25%-ലും എബോ ആകാം വാട്ടർ അബ്സോർപ്ഷൻ. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 3.5 തന്നെ ആയിരിക്കും. നമ്മൾ ഒരു കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് വർക്ക്സിനോ യൂസ് ചെയ്യുന്ന ബ്രിക്സിന്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 3.5 Newton/mm² ആയിരിക്കണം. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ്, ദാറ്റ് ഇസ് സ്റ്റോൺസ്. സ്റ്റോൺസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മെയിൻലി റോക്സ് ആയിട്ടാണ് നമ്മൾ പറയുക സ്റ്റോൺസിനെ. ജിയോളജിക്കലി, ഫിസിക്കലി, കെമിക്കലി ഈ 3 രീതിക്കാണ് സ്റ്റോൺസിന്റെ അല്ലെങ്കിൽ റോക്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റമോർഫിക് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ സിലീഷ്യസ്, അർജിലേഷ്യസ്, കാൽക്കേറിയസ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഫിസിക്കൽ ആണെങ്കിൽ അതിനെ സ്ട്രാറ്റിഫൈഡ്, അൺസ്ട്രാറ്റിഫൈഡ്, ഫോളിയേറ്റഡ് എന്നിങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇഗ്നിയസ് റോക്സ് ആണ്. അതായത് മോൾട്ടൺ മാഗ്മ സോളിഡിഫൈ ചെയ്തുണ്ടാകുന്ന സ്റ്റോൺസ് അല്ലെങ്കിൽ റോക്സിനെയാണ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ഇഗ്നിയസ് റോക്സിനെ എഗെയിൻ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: പ്ലൂട്ടോണിക് റോക്ക്, ഹൈപ്പർബേസൽ റോക്ക് ആൻഡ് വോൾക്കാനിക് റോക്സ്. പ്ലൂട്ടോണിക് ആൻഡ് ഹൈപ്പർബേസൽ റോക്സിനെ ഇൻട്രൂസീവ് റോക്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ എർത്ത് ലെവലിൽ നിന്ന് അല്ലെങ്കിൽ സർഫസിൽ നിന്ന് റിലേറ്റീവ് ഡെപ്തിലായിരിക്കും പ്ലൂട്ടോണിക് റോക്സ് ഉണ്ടാവുക. ഒരു ഷാലോ ഡെപ്തിലാണ് ഹൈപ്പർബേസൽ റോക്സ് ഉണ്ടാവുന്നത്. പ്ലൂട്ടോണിക് റോക്സ് എന്നതിന് എക്സാമ്പിൾ പറയുന്നത് ഗ്രാനൈറ്റ് ആണ്. ഹൈപ്പർബേസൽ റോക്സിന് എക്സാമ്പിൾ വരുന്നത് ഡോളറൈറ്റ് ആണ്. എക്സ്ട്രൂസീവ് ആയിട്ടുള്ള റോക്കാണ് വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. അതായത് എർത്ത് സർഫസിന് മുകളിലാണ് ഇത് ഉണ്ടാകുന്നത്. നമ്മുടെ ലാവ സോളിഡിഫൈ ചെയ്തുണ്ടാകുന്ന റോക്സിനെയാണ് വോൾക്കാനിക് റോക്സ് എന്ന് പറയുക. എക്സാമ്പിൾ വരുന്നത് ബസാൾട്ടും ട്രാപ്പും ആണ്. ഒരു ഡിഫറൻസ് കൂടി പറയാം. പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത് കോഴ്സ് ഗ്രൈൻഡ് ആയിരിക്കും. ഹൈപ്പർബേസൽ എന്ന് പറയുന്നത് ഫൈൻ ഗ്രൈൻഡ് ആണ്. വോൾക്കാനിക് ഫുള്ളി ഫൈൻ ഗ്രൈൻഡ് ആയിട്ടുള്ള റോക്സ് ആണ്. സെക്കൻഡ് എന്തായിരുന്നു? സെഡിമെന്ററി റോക്സ് ആണ്. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ സെക്കൻഡ് വൺ സെഡിമെന്ററി റോക്സ് ആണ്. സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത് വെതറിങ്ങിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന റോക്സ് ആണ്. എക്സാമ്പിൾ വരുന്നത് സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ജിപ്സം, ഗ്രാവൽ അതൊക്കെയാണ്. തേർഡ് വൺ മെറ്റമോർഫിക് റോക്സ് ആണ്. മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത് ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോക്സിൽ എന്തെങ്കിലും ചേഞ്ച് കാരണം, ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, അതിലൊക്കെ വരുന്ന ചേഞ്ച് കാരണം ഉണ്ടാകുന്ന റോക്സ് ആണ് മെറ്റമോർഫിക് റോക്സ്. ഇവിടെ നമുക്ക് കാണാം, ഇപ്പോൾ ലൈംസ്റ്റോൺ ആണ് മാർബിൾ ആയിട്ട് മാറുന്നത്, സാൻഡ്സ്റ്റോൺ ക്വാർട്സൈറ്റ് ആയിട്ട് മാറുന്നു, ഷെയിൽ സ്ലേറ്റ് ആവുന്നു, ബസാൾട്ട് ഗ്രാനുലേറ്റ് ആവുന്നു, ആൻഡ് ഫൈനലി ഗ്രാനൈറ്റ് ഗ്നിസ് ആയിട്ട് മാറുന്നു. സോ മാർബിൾ, ക്വാർട്സൈറ്റ്, സ്ലേറ്റ്, ഗ്രാനുലേറ്റ്, ഗ്നിസ് ഒക്കെയാണ് മെറ്റമോർഫിക് റോക്സിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഇഗ്നിയസ് അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് തന്നെ എന്താണ്, ടെമ്പറേച്ചറോ പ്രഷറോ ചേഞ്ച് കാരണം ആ ഒരു പ്രീ എക്സിസ്റ്റിംഗ് റോക്ക് മെറ്റമോർഫിക് റോക്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി കെമിക്കൽ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സ്ട്രാറ്റിഫൈഡ് റോക്സ്. ദിസ് ഇസ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫിസിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് സ്ട്രാറ്റിഫൈഡ്, അൺസ്ട്രാറ്റിഫൈഡ് ആൻഡ് ഫോളിയേറ്റഡ് റോക്സ്. സോ ഫസ്റ്റ് വൺ സ്ട്രാറ്റിഫൈഡ് ആണ്. ഈ ഇത്തരത്തിലുള്ള റോക്സിന് ഒരു ഡെഫിനിറ്റ് പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് സെഡിമെന്ററി റോക്സും സ്ട്രാറ്റിഫൈഡ് റോക്സ് ആയിരിക്കും. അതായത് ലെയർ ബൈ ലെയർ ആയിട്ട് സ്ട്രാറ്റിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് കേസ് ആണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റിഫിക്കേഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. എക്സാമ്പിൾ വരുന്നത് ഓൾ ടൈപ്പ് ഓഫ് ഇഗ്നിയസ് റോക്സ് ആണ്. ഫൈനൽ വൺ ഫോളിയേറ്റഡ് റോക്സ് ആണ്. ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയുന്നത് റോക്കിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ സ്പ്ലിറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള റോക്സിനെ ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയുന്നു. എക്സാമ്പിൾ വരുന്നത് ഓൾ ടൈപ്സ് ഓഫ് മെറ്റമോർഫിക് റോക്സ് ആണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ കെമിക്കൽ ആണ്. സിലീഷ്യസ്, കാൽക്കേറിയസ്, അർജിലേഷ്യസ് എന്നിങ്ങനെയാണ് ഡിവിഷൻ ചെയ്തിട്ടുള്ളത്. സിലീഷ്യസ് റോക്സ് എന്ന് പറയുന്നത് ആ പേര് തന്നെയുണ്ട്, എന്താണ്, സിലിക്ക ആയിരിക്കും അതിൽ വരുന്ന മേജർ കമ്പോണന്റ്. എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലീഷ്യസ് റോക്സിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ് ആൻഡ് ക്വാർട്സൈറ്റ്. നെക്സ്റ്റ് വൺ കാൽക്കേറിയസ് ആണ്. അതും നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലെ. കാൽഷ്യം കാർബണേറ്റ് ആണ് പ്രിഡോമിനന്റ് കമ്പോണന്റ്. എക്സാമ്പിൾ ലൈംസ്റ്റോൺ ആൻഡ് മാർബിൾ ആയിരിക്കും. ഫൈനൽ വൺ അർജിലേഷ്യസ് റോക്സ് ആണ്. അർജിൽ, അതാണ് ക്ലേ എന്ന് പറയുന്നത്. ക്ലേ ആണ് ഇവിടുത്തെ മേജർ കമ്പോണന്റ്. എക്സാമ്പിൾ വരുന്നത് ലാറ്ററൈറ്റ് ആൻഡ് സ്ലേറ്റ് ആണ്. സോ നമ്മൾ സ്റ്റോൺസിനെ കുറിച്ചും അതുപോലെ ബ്രിക്സിനെ കുറിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്.
ഈ സെഷന് ശേഷം ടെലഗ്രാം ഗ്രൂപ്പിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് അവിടുന്ന് കളക്ട് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരെല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സോ നമ്മുടെ സെക്കൻഡ് വീഡിയോ വെനസ്ഡേ ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസ് അപ്പോൾ കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.